നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോളിന്റെ വളർച്ചയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതല്ല വേണ്ടത്. തുറന്നടിച്ചിരിക്കുകയാണ് നെയ്മർ ജൂനിയർ. അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. അതായത് ബ്രസീലിയറോ സിരിയെ ഒരുപക്ഷെ ടോപ്പ് 5 ലീഗ് കഴിഞ്ഞാൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകൾ കഴിഞ്ഞാലും പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലീഗായി കണക്കാക്കപ്പെടുന്ന ബ്രസീലിയറോ സിരിയയിൽ സിന്തറ്റിക് ടർഫ് ഉപയോഗിക്കുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ നെയ്മറുടെ പോസ്റ്റ് വന്നിരിക്കുന്നത്. നെയ്മറെ പിന്തുണച്ചുകൊണ്ട് മറ്റ് സുപ്രധാന താരങ്ങളും എത്തിയിരിക്കുന്നു. നെയ്മർ വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ബ്രസീലിയൻ ഫുട്ബോൾ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ കാണുമ്പോൾ അത് ആശങ്കയുണ്ടാക്കുന്നതാണ്. സിന്തറ്റിക് ഗ്രാസ് നമ്മുടെ കളിക്കളങ്ങളിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരിക എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മുടെ ഫുട്ബോളിൻ്റെ സൈസ്, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫുട്ബോളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ഓപ്ഷനിലേക്കല്ല പോവേണ്ടത്. ഇതല്ല അത് നമ്മൾ എടുക്കേണ്ട വഴി. സൊല്യൂഷൻ ബാഡ് ലോൺ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗുഡ് ലോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ആസ് ദാറ്റ്. അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ആരംഭിക്കേണ്ടത്. ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ലീഗുകളിൽ ഒന്നിൽ പ്ലെയേഴ്സ് ശ്രദ്ധിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി ഓഫ് ദി പിച്ച്, സ്റ്റേഡിയമൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ക്വാളിറ്റി ഓഫർ ചെയ്യുക. ആരാണോ കളിക്കുന്നത്, കളി കാണുന്നത്, അവർക്കൊക്കെ ക്വാളിറ്റി ഓഫർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബ്രസീലിൽ ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ശക്തിയായി തന്നെ തുടരണമെങ്കിൽ, വേൾഡ് ഫുട്ബോൾ മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രോട്ടഗണിസ്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ എടുക്കേണ്ട ഒരു മെഷർ എന്ന് പറഞ്ഞാൽ the first measure should be to demand quality of the surface on which the athletes play and train. താരങ്ങൾ കളിക്കുകയും ട്രെയിനിങ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സർഫേസിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പ്രൊഫഷണൽ ഫുട്ബോൾ ഈസ് നോട്ട് പ്ലേഡ് ഓൺ സിന്തറ്റിക് ഗ്രാസസ് എന്ന് തന്നെ ശക്തമായ ഭാഷയിൽ നെയ്മർ പ്രതികരിച്ചിരിക്കുകയാണ്. നെയ്മർക്ക് പിന്തുണയുമായിട്ട് ഇതുപോലെയുള്ള പോസ്റ്റുകളുമായി മറ്റ് സുപ്രധാന താരങ്ങൾ ഗാബിഗോൾ എത്തിയിരിക്കുന്നു, ലൂക്കാസ് മൗറ എത്തിയിരിക്കുന്നു, ഫിലിപ്പെ കുട്ടിഞ്ഞു എത്തിയിരിക്കുന്നു. അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ടർഫ് ഫീൽഡ്സിനെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. കറൻലി 3 സ്റ്റേഡിയങ്ങളാണ് സിന്തറ്റിക് ഗ്രാസിൽ ബ്രസീലിയറോയിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് അലിയൻസ് പാർക്കാണ്, അതായത് പാൽമറാസിൻ്റെ സ്റ്റേഡിയമാണ്. അതോടൊപ്പം അറീന MRV, അത് അത്ലറ്റിക്കോ MGയുടെ സ്റ്റേഡിയമാണ്. പിന്നെ നിൽട്ടൺ സാന്റോസ് ബൂട്ടഫോഗയുടെ സ്റ്റേഡിയമാണ്. ഇപ്പോൾ ഈ സ്റ്റേഡിയങ്ങളിലാണ് ടർഫ് ഉപയോഗിക്കുന്നത്. അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ തന്നെ നെയ്മർ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.